ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ്. അതായത് ജൂലൈ 17 അമ്മച്ചിയുടെ മരിച്ച ദിവസം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടമാനം പേര് പ്രയേഴ്സ് കൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇവൻ മെഴുകുതിരി ഊതുന്നതാണ്. അപ്പം ഇവർ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷമാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അവൻ്റെ എങ്ങനെയാണ് ഡ്രസ്സ് മാറലും കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാറില്ലേ, ഡാഡിയും മോനും കൂടിയിട്ടാണ് അവരുടെ കാര്യങ്ങളെന്ന്, കുളിക്കലും ഡ്രസ്സ് മാറലും ഒക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന സമയത്താണ് ഞാൻ ഈ തിരി എത്തിക്കാൻ എടുക്കാനൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അവനെ അത് ഊതാനായിട്ട് ഞാൻ പറയാറില്ലേ, കുട്ടികളുള്ള സമയത്ത് ഇതാണ് അവരുടെ മെയിൻ പരിപാടി, ഊതുക എന്നുള്ളത്. പിന്നെ ഞാൻ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ വെക്കും. കാരണം കുട്ടികളല്ല അവർ എന്തായാലും ഊതേണ്ടതാണ്, എന്നാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെക്കാറ് പതിവിട്ടാം. ചാക്കോച്ചൻ വന്നാൽ ചാക്കോച്ചനും ഉണ്ട്. തോമും അങ്ങനെ ഊതാനൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല കേട്ടോ. അവനങ്ങനെ എന്താ പറയുക, ഇവരുടെ ഇടയിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെതാ ഇതാണ് ഇവിടെ അപ്പാപ്പനും മോനുള്ള അംഗം. അതായത് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മറ്റേ ഇതിൻ്റെ ബനിയനൊക്കെ ഇട്ടിട്ടാണ് പോണേ കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് വാങ്ങിയത് കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാക്കോച്ചൻ്റെയാണ് സംഭവം കേട്ടോ. അങ്ങനെ അപ്പോൾ അവന് ഭയങ്കര എന്താ പറയുക, അത്ഭുതത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവനൊരു സംശയം, ഇത് ചാക്കോച്ചൻ്റെ ആണോ എന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു, അല്ല, എൻ്റെ മോന് പുതിയത് വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ട് പറയും ഇത് ചാക്കോൻ്റെ ബനിയനാന്ന് പറഞ്ഞ് മോശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. കാരണം അവന് കൊണ്ടുവന്നത് ഭയങ്കര വലുത്. എനിക്ക് തോന്നുന്നു അവനൊരു 2-ൽ 3-ൽ ആയാലും പാകം. അവൻ അത്രയും വലുതാട്ടോ. ഡിംപിളത് ഓർഡർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. അങ്ങനെ എനിക്ക് പോസ് ചെയ്ത് തരാണ് ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. ഇന്ന് ഭയങ്കര ഉഷാറായിട്ടാണ് പോണേ. അപ്പോൾ ഷൂ ഇടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, മാച്ചിനുള്ള ചെരുപ്പ് മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ വെച്ച് പിന്നെ അവൻ പറയണേൽ വിട്ട് ഡാഡി ഒന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം ഇതുവരെ അങ്ങനെ കൊണ്ട് നടന്നു. അമ്മയുടെ കാര്യം ചോദിച്ചിട്ടില്ല. ഇപ്പോഴേ അമ്മ വന്നു. അപ്പോൾ വരണ സന്തോഷവും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇന്ന് പോകും എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും രാവിലെ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്ലാനുകൾ മൊത്തം തകിടം മറിഞ്ഞു പോയിട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും കുട്ടികൾ തോമുനെ ആദ്യം ഡാഡി കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇന്ന് മഴ എന്ന് പറഞ്ഞാൽ പോരാത്ത മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ആവോട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3:30-4 മണി വരെ നിർത്താണ്ട് പെയ്യുന്ന ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ശരിയാവില്ല. ഇന്ന് ചാക്കോന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഭയങ്കര പല്ലുവേദനയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഇന്ന് കൊണ്ടുപോകാനായിട്ട് അപ്പോയിൻമെൻറ്റ് 10 മണിക്കാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നതിന് ശേഷം ആവാം യാത്ര എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എങ്ങനെയാണോ കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ രാവിലെ ഇപ്പോൾ ഡിവൈൻ മോൻ്റെ കൂടെ പോകണം. അപ്പോൾ ഇത് പാച്ചുവിന് മറ്റേ മുട്ട വെച്ചതിൻ്റെ ബാക്കി സംഭവമാണ്. അവനത് കഴിക്കാറില്ല, അവന് ഇഷ്ടമല്ല അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മൊത്തം വന്ന് നോക്കിയപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തി ഇന്നലെ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി അടിച്ചത് അങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാർ നോക്കിയപ്പോൾ അധികമുണ്ട്. എനിക്ക് തോന്നുന്നു ഡാഡിയും ഡിവൈനും കഴിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം. പിന്നെ ആരും ഇല്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അങ്ങനെ തോമൂനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴാണ് മഴ കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. ഒന്നിട്ട് നേരത്തെ, കാരണം ഇവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഈ കാറിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല്ലുവേദനക്കാരൻ വരികയാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പറയാണ്, ഇന്നലെ ഉറക്കിയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതാണ്, ഇവർ 3 പേര് കൂടിയാലുള്ള അംഗം, നീ പറയും ഞാൻ പറയുക. അപ്പോൾ ഇങ്ങനെ ആകുന്നതുകൊണ്ടാണ് നമ്മൾ വേഗം ഈ വീഡിയോസ് കാണിക്കാത്തത് കേട്ടോ. സംഭവം അവർ കളിക്കുന്നതാണെങ്കിൽ പോലും ഇതിൽ കാണുമ്പോൾ ഇനിയിപ്പോൾ ഇത് വലിയ ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കത് കട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് ബാക്കി വോയിസ് ഓവർ കൊടുക്കാം, അല്ലെങ്കിൽ ഇനി അതാവും പ്രശ്നം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ സംഭവം അവർ 3 പേരും കൂടിയിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കളിക്കുന്നതാണ്. പക്ഷേ ഫുട്ബോൾ കളിക്കണ പോലെ ഒന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിട്ടാണ്. പിന്നെ അതായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിന്ന് സ്വതവേ ലേറ്റായിട്ട് എല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതാവും ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ വെറുതെ അതിന് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനത് മൊത്തം ഡിലീറ്റ് ചെയ്തു. ഒരു ചെറിയൊരു പോർഷൻ മാത്രം അവിടെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു 3 പേരും ഒന്നിച്ച് നിൽക്കുമ്പോൾ. പക്ഷേ ഇതാണ് പ്രശ്നം, ഭയങ്കര എന്താ പറയുക, നിസ്സാര കാര്യങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ദേ ചാക്കോച്ചൻ ദേ കുരിശ് വരച്ചിട്ട് ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ ചാക്കോ കുരിശ് വരയ്ക്കുമ്പോൾ ചോദിക്കണത് മുഴുവൻ പാച്ചു എവിടെയെന്നാണ്. കാരണം അവനൊരു സംശയം, കാറിൻ്റെ സ്റ്റാർട്ട് ചെയ്യണ ഒച്ച കേട്ടപ്പോൾ പാച്ചു എങ്ങാനും കയറിപ്പോയാലോ എന്നുള്ളത്. അപ്പോൾ ഡിവൈൻ ഇടയ്ക്കിടെ പോകണം. ഞാൻ പറഞ്ഞില്ലേ 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണേ. അപ്പോൾ ഇവിടെ പാച്ചുവിനെ കാണിച്ചിരുന്നില്ല തരിയൻ ഡോക്ടറെ തന്നെയാണ് കൊണ്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാഡിയും ഇവരും കൂടി പോയിട്ട് തിരിച്ച് വരാമല്ലോ മോനെ സ്കൂളിൽ തിരിച്ച് അവിടെ ആക്കാൻ. രാവിലെ എനിക്കിപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നമുക്ക് പറ്റില്ലല്ലോ. അവൻ്റെ കാര്യങ്ങൾ ശരിക്കും നടത്തിയില്ലെങ്കിൽ ഇനിയും രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അത് പിന്നെ അവനും ബുദ്ധിമുട്ടല്ലേ അത്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേഗം കാര്യങ്ങൾ ഒതുക്കിയിട്ട് വേണം ചേച്ചിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ കുഴുക്കുള്ളി പള്ളിയിലാണ് ഓൾറെഡി കുർബാനയ്ക്ക് കാശ് കൊടുത്തിട്ടുള്ളത്. പോൾസേട്ടനാണ് നമ്മളുടെയും പോൾസേട്ടൻ്റെയും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പോൾസേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളോ എന്തായാലും രാവിലെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പായി. എന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ വരുമ്പോഴേക്കും പരിപാടികളും കഴിച്ചു വയ്ക്കാം. ഡിമ്പിളും മിക്കവാറും ഉച്ചയാകുമ്പോഴേക്കും എത്തും. അപ്പോൾ അതിന് മുമ്പായിട്ട് പരിപാടികൾ കഴിച്ചു വെച്ചാൽ എനിക്ക് സ്വസ്ഥമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവർക്ക് പാല് വെച്ച് കൊടുത്തു. അതിനി മറക്കാൻ നിൽക്കണ്ട, കാരണം അവർക്ക് 4 മണിക്കാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഈ തിരക്കിൽ പോകേണ്ട ഡെയിലി ഇനി പാല് കൊടുക്കാൻ മറക്കണ്ട വെച്ചിട്ട് ആദ്യം ചെയ്തത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ പാച്ചു പാല് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പകുതി വെച്ച് അവിടെ വെച്ചിട്ട് തോമുവിൻ്റെ ഷെയ്ക്കിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് കൊടുത്തപ്പോൾ അവർക്കുള്ള ഒരു പാത്രം പാലായിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒതുക്കി തുടങ്ങാമെന്ന്. അപ്പം ഞാൻ സാധാരണ ആരുമില്ലാത്ത ദിവസങ്ങളിൽ ആരുമില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാവുമല്ലോ. ഈ ഒറ്റയ്ക്കുള്ള സമയത്താണ് ഞാൻ എന്തെങ്കിലും ഭക്തിയുടെ മറ്റേ പാട്ടുകൾ, എൻ്റെ ചെറുപ്പത്തിലുള്ള കുറേ നല്ല നല്ല പാട്ടുകളുണ്ട്. ആ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ഉള്ളപ്പോൾ അത് വെക്കില്ല. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും ഭയങ്കരമായിട്ട്. കുറേ പഴയ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് പഴയ കുറേ ഓർമ്മകൾ വരിക. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ദിവസമാണ് അങ്ങനെയുള്ള ഭക്തിഗാനം വെച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏത് പാട്ടൊക്കെയാണെന്നുള്ളത്. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ വന്നിട്ടുള്ളതാണ് യേശുദാസിൻ്റെ തരംഗിണി എന്നുള്ളതിൽ മറ്റേ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, പിന്നെ എഴുന്നള്ളുന്നു രാജ, പിന്നെ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത്, അങ്ങനെ ഉള്ള പാട്ടുകളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്പം, ഇപ്പം പാച്ചു തോമു ഒക്കെയുള്ള ആ പ്രായം ഉണ്ടല്ലോ, ആ സമയത്താണ് ആ പാട്ട്. അന്ന് റെക്കോർഡ് പ്ലെയറാണ്. അപ്പോൾ ആ സംഭവം വന്നിട്ട് അപ്പച്ചനിങ്ങനെ അത് വെക്കും. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് വേണമെങ്കിൽ വീണ്ടും ഇങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാം. അത് ഈ അടുത്ത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡോൺ അത് എന്താ പറയുക, അവൻ അതിൻ്റെ വാല്യൂ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരാൾക്ക് ഇതെടുത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഓരോ പരിപാടികളും തുടങ്ങി. അപ്പോൾ കറികൾ കണ്ടമാനം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ പഴയ വീഞ്ഞ് പുതിയ പാത്രത്തിൽ വിളമ്പാന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്തത് കേട്ടോ. കാരണം എല്ലാ കറികളും ബാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 7 or 8 തരം കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കളയാൻ പറ്റില്ല. ഒക്കെ എന്താ പറയുക, ഒരു ദിവസം ആരും ഇല്ലാണ്ടായപ്പോൾ ഒക്കെ ബാക്കി വന്ന സംഭവങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ചൂടാക്കി പുതിയ പാത്രത്തിൽ, പുതിയ പാത്രം എന്ന് പറഞ്ഞാൽ പാത്രം ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഡാഡി കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം പുറത്തേക്ക് പോവുക. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കാറിൽ പോയാൽ മതി. അപ്പോൾ ഡാഡി പറഞ്ഞു വണ്ടി നിർത്താനായിട്ട് എളുപ്പമല്ല, അതുകൊണ്ട് 2 വീലറിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ 2 വീലറിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു രാവിലത്തെ കഴിക്കാം, കാരണം സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പാക്കിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും ഇരുന്നില്ല. ഇന്നലെ രാത്രി കംപ്ലീറ്റ് പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ എനിക്കറിയാം രാവിലെ പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് പണി ചുറ്റും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി എല്ലാം ചെയ്തു. ബിസിനസ് ഫോൺ ഞാൻ സാധാരണ കൈ പിടിക്കാറില്ല, ഇന്ന് ഞാൻ അതെടുത്ത് കൈ പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഓർഡേഴ്സും കാര്യങ്ങളും ഓണത്തിൻ്റെ ആ സമയമായിട്ട് ഇഷ്ടംപോലെ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കണം. ഓർഡർ എടുത്തില്ലെങ്കിലും റിപ്ലൈ കൊടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ പേർക്കൊന്നും അറിയില്ലല്ലോ. എല്ലാവരും ഇപ്പം നമ്മളുടെ വീഡിയോസ് കാണുന്നവരാവില്ല, എൻ്റെ മറ്റേ എന്താ പറയുക കോണ്ടാക്ട്സിലുള്ളവർ. അപ്പോൾ ഞാൻ വേഗം കറികൾ ചൂടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇവിടെ വെച്ചു, അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ഓരോ കറികളായിട്ട് ചൂടാക്കി. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഡോൺ പോണ അന്ന് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി ഞാൻ പകർത്തി ചെറിയ പാത്രത്തിലാക്കി വെച്ചു. ഇഡ്ഡലിയും ചമ്മന്തിയും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചു. അതായിരുന്നു ആദ്യത്തെ ഒരു എന്താ പറയുക പാത്രത്തിൽ. പിന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഞെട്ടിപ്പോയി, ഇത്രയധികം കറികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ രാവിലെ പൂരിക്ക് ഉണ്ടാക്കിയില്ലേ മസാലക്കറി, നല്ലൊരു കറിയായിരുന്നു കേട്ടോ, ഗ്രീൻ പീസ് കറി.
അതെടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ഡിമ്പിളിന് വന്നാലും അത് കഴിക്കാം. ചപ്പാത്തി ഫ്രിഡ്ജിലിരിക്കേണ്ട, വേണമെങ്കിൽ ചൂടാക്കി അത് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം. ചിക്കൻ്റെ ഫ്രൈ ചെയ്തതിരിക്കുന്നുണ്ട്, ഡാഡിക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ എന്തുട്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. കടലക്കറി, അതായത് മിനിയാന്ന് നമ്മുടെ പുട്ടിനുണ്ടാക്കിയ ഞാൻ പറഞ്ഞില്ലേ നല്ല മസാലക്കറി എന്ന് പറഞ്ഞില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയതേ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പാത്രങ്ങൾ പകർത്തി ഓവനിൽ വെച്ച് നന്നായി തിളപ്പിച്ചിട്ടാണ് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പാത്രങ്ങളിൽ വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല മഴയുള്ള സമയമാണ്, ഈ സമയത്ത് നമുക്ക് നല്ല ചൂടുള്ളത് കഴിക്കണം എന്നാണ് തോന്നുക. ഈ പാത്രം അങ്ങനെ ഓവനിൽ വെച്ച് ചൂടാക്കി മതി. സ്റ്റീൽ പാത്രം ആകുമ്പോൾ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധിക ഭാഗം ഇങ്ങനത്തെ പാത്രങ്ങൾ, ഇതൊക്കെ മൈക്രോവേവ് സേഫ് പാത്രങ്ങളാണ് കേട്ടോ, വെറും പ്ലാസ്റ്റിക് പാത്രങ്ങളല്ല. കുറേ പേര് എന്നോട് ചോദിക്കും പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൂടെയെന്ന്. ഗ്ലാസിൻ്റെ മറ്റേ പാത്രങ്ങൾ കുറേ ഉണ്ട്, പക്ഷേ അതൊക്കെ കുട്ടികളുള്ളത് കൊണ്ട് നമുക്കത് എടുത്ത് പെരുമാറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് തൽക്കാലം എന്താ പറയുക, ബോറോസിലിൻ്റെ പാത്രങ്ങളൊക്കെ അലമാരിയിൽ ഷോക്കേസിൽ ഭംഗിയിൽ അവിടെ ഇരിക്കുകയാണ്. കാരണം ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമല്ല അത്. അങ്ങനെ നമ്മുടെ മോരുകറി ഇന്നലത്തെ ഉണ്ടായിരുന്നില്ലേ, അത് തിളപ്പിച്ച് വെച്ചു. അങ്ങനെ എന്താ പറയുക, ഒരുവിധം എല്ലാ സംഭവങ്ങളും. പിന്നെ നമ്മുടെ ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു, ആ ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞി പാത്രത്തിലേക്ക് ആക്കി വെച്ചു. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയതായിട്ട് തോന്നുക. വേറൊരു പാത്രത്തിലേക്ക് പകർത്തി അത് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷായിട്ടേ തോന്നുള്ളൂ. പ്രത്യേകിച്ച് ഡിമ്പിളിന് അറിയില്ല ഈ 2-3 ദിവസം എന്ത് കറികളാണ് ഇവിടെ വെച്ചതെന്നുള്ളത്. അപ്പോൾ അവൾ വന്ന് നോക്കുമ്പോൾ എല്ലാം ഫ്രഷായിട്ട് ഇരിക്കും. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാം. ഇത് മീൻ കറിയായിരുന്നു. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരാൾക്ക് കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ വെച്ചാലും ചാറാണ് അധിക ഭാഗം പോവുക. കഷ്ണങ്ങൾ ആരും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. അപ്പം ഞാനൊക്കെ മീൻ വെക്കുന്ന സമയത്ത് വല്ല 1-2 കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അത് ചാറ് വയ്ക്കുക ചെയ്യുക. കാരണം കഷ്ണം എടുക്കില്ല, അപ്പോൾ അത് വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. പീശക്കം കൊണ്ടൊന്നല്ല കേട്ടോ, കാരണം അങ്ങനെ കഴിക്കില്ല അധിക ഭാഗം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ ബാക്കി ഇതേ പാത്രങ്ങൾ കണ്ടമാനം ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേണ്ടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പാത്രങ്ങൾ കഴുകാൻ വലിയ പാടാണ്. നല്ലോണം മെഴുക്കിയിരിക്കും. നല്ലോണം കഴുകിയാൽ എന്നെ അത് ക്ലീൻ ആവുള്ളൂ കേട്ടോ. തിരിച്ച് സ്റ്റീൽ പാത്രം അങ്ങനെയല്ല, പെട്ടെന്ന് കഴുകാനും വൃത്തിയാക്കാനും പറ്റും. പക്ഷേ ഇതാണ് കാര്യം, നമ്മൾ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രമായ പണിയാണ്. ഇതാകുമ്പോൾ ഓവനിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഫ്രഷായിട്ട് അവർക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പാച്ചുവിൻ്റെ പാലും കുപ്പി പകർത്തി കഴിഞ്ഞപ്പോൾ അത് ഞാൻ കഴുകി തിളപ്പിച്ച് മാറ്റി വെച്ചു. ഇനി പെട്ടെന്ന് എന്താ പറയുക, ഡിമ്പിളായാലും വന്ന് കാണുമ്പോൾ കുപ്പി എടുത്ത് കൊടുക്കണ്ട, ഞാനത് വെറുതെ കഴുകി വെച്ചു. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം. അതുകൊണ്ട് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഡിവൈൻ കുപ്പികളും ഫ്ലാസ്കൊക്കെ താഴ്ത്ത് വന്നു. ഡിവൈൻ വന്നു കേട്ടോ. അങ്ങനെ ചോറ് വെന്തു. അപ്പം ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈൻ അതൊന്ന് ഊറ്റിക്കോ, ഇനി വൈകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറി പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച്, ശരിക്കും ഈ പാത്രങ്ങളാണ് സുഖം ഉപയോഗിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി നല്ലോണം. മറ്റേത് അങ്ങനെയല്ല, നല്ലോണം സോപ്പിട്ട് ശരിക്കും അങ്ങോട്ട് ഉരച്ചാൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മറ്റേ മൈക്രോവേവ് സേഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോറോസിലിൻ്റെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സ് മാറി ഇറങ്ങി. അമ്മ ഒരു പാഠമല്ല, അനേകായിരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന വിശുദ്ധ ഗ്രന്ഥം. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം. ഇന്ന് പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുടെ ദിവസം. അപ്പം ഞാൻ പോണതിൻ്റെ മുമ്പ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, ആ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ആയിരുന്നത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തപ്പോഴാണ് ആ മോൾ എനിക്ക് മെസ്സേജ് അയച്ചത്. എൻ്റെ തലതൊട്ടമ്മയും തലതൊട്ടപ്പനായിരുന്നു അമ്മച്ചി. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് അയച്ചു, ഇന്നാണ് മരിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ മോള് പറയായിരുന്നു, അമ്മായി, കൊച്ചിയിലത്തെ അമ്മായി എന്ന് പറയും, അമ്മായി ഭയങ്കര സൗമ്യതയിൽ എപ്പോഴും ചിരിക്കുന്ന അമ്മച്ചിയായിരുന്നു, അമ്മായിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു കേട്ടോ. കാരണം എന്താ പറയുക, സ്വതവേ ഇന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു ദിവസമാണ്. എങ്ങനെ വന്നാലും നമുക്കതൊരു ഓർമ്മയാണ്. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ വെറോനിക്ക എന്ന മോളുടെ പേര് കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ തലതൊട്ടമ്മയും തലതൊട്ടപ്പനായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കത് അതിനേക്കാൾ ഭയങ്കര സന്തോഷമായി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് കൂടെ ആ മോൾക്ക് ബർത്ത്ഡേ വിഷസ് ആശംസിക്കാൻ കേട്ടോ. എന്തായാലും ഞാൻ ആ മോളെ മെൻഷൻ ചെയ്തുല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് ചേച്ചിയുടെ അവിടേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ നല്ല മഴയായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഓട്ടോ കിട്ടി. പിന്നത്തേൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് വന്നു. അപ്പോൾ വസന്തേച്ചി പുറത്ത് ഒരു മരണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി കുറേ വർത്തമാനം പറഞ്ഞ് ഭക്ഷണവും കഴിച്ചപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ കറികൾ, എനിക്ക് നാടൻ കറികൾ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അമരക്കായ, പിന്നെ നമ്മുടെ കൈപ്പക്കയും മാങ്ങയും തക്കാളിയും, പിന്നെ പപ്പക്കായും പരിപ്പും വെച്ച് നല്ല എന്താ പറയുക നമ്മുടെ പണ്ടത്തെ നാടൻ കറികൾ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ അങ്ങനെ വെച്ചതാണ്, നിനക്ക് അങ്ങനത്തേക്ക് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇറച്ചിയോ മീനോ അങ്ങനത്തെ ഒന്നുമില്ല, പിന്നെ എനിക്ക് വേണ്ടല്ലോ. അങ്ങനെ ചേച്ചി ദേ വന്നു. അപ്പോൾ ഞാൻ ചേച്ചി വന്നിട്ട് പോരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞാൻ പറയാമായിരുന്നു എപ്പോഴും ഉടുപ്പൊക്കെ ഇട്ടിട്ടല്ലേ, നൈറ്റ് ഇട്ടിട്ടല്ലേ, ഒരു സാരി ഉടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോ എടുത്തത്. ഇത് പോൾ ചേട്ടനും എടുത്തു തന്നതാണ് കേട്ടോ. പോൾ ചേട്ടനാകുമ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അതിൻ്റേതായ ഭംഗിയിലെടുക്കും. അപ്പോൾ ചേച്ചിക്ക് 2-3 ദിവസമായിട്ട് വയ്യ, ബ്ലഡിൻ്റെ കൗണ്ടിലൊക്കെ ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, കാരണം എത്ര നേരം നിന്നിട്ടും ആളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലേറ്റായപ്പോൾ പോൾസെട്ട് എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ആ ഓട്ടോയിൽ മടങ്ങുക ചെയ്തത്. ഇന്ന് പിന്നെ പരിചയമുള്ളൊരു ഓട്ടോറിക്ഷയായിരുന്നു. ഇവരൊക്കെ അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് എവിടേക്കും വിടില്ല. എപ്പോഴും അതെ, കുഞ്ഞിലേ തൊട്ടുള്ളതാണ്. എൻ്റെ ചുറ്റും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പോൾസേട്ടനോട് അന്നും പറഞ്ഞു, തൊട്ടടുത്തല്ലേ ഓട്ടോയിലല്ലേ ഞാൻ പോണേ, അതൊന്നും വേണ്ട, നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാത്തതാണ്, ഞാൻ കൊണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങോട്ട് കൊണ്ടാക്കുക ചെയ്ത്. ഇന്ന് ഇറങ്ങുമ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു തരാം, മമ്മി ഓട്ടോയിൽ കയറിപ്പോക്കോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് വല്ല ഓട്ടോറിക്ഷ വരുന്നുണ്ടെങ്കിൽ അതിൽ കയറി പൊക്കോളാമെന്ന് പറഞ്ഞു. കാരണം എനിക്കും ഇപ്പോൾ എന്താ പറയുക, എനിക്കും പൂതിയായി തുടങ്ങി ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് ഒരു ഓട്ടോയിലൊക്കെ കയറി പോകാമെന്ന് പറയുമ്പോൾ. എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ പഠിക്കണ കാലത്തും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ പഠിക്കണ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന്. പഠിക്കണ കാലത്ത് എൻ്റെ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് എപ്പോഴും സൈക്കിൾ റിക്ഷയാണ്. അപ്പോൾ ഞാനും അതിൽ പോകാനായിട്ട് നിർബന്ധിതയാവാന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇന്നാൾ നമ്മുടെ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ശ്രീലക്ഷ്മി വന്നപ്പോഴാണ് കിട്ടിയ അവസരം എന്ന് വെച്ചിട്ട് ഞാനും ശ്രീലക്ഷ്മിയും കൂടി ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ വാസന്തിനെ കാണാൻ പോയത്. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓട്ടോയിലൊക്കെ പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ. അത് ഞാൻ മിസ് ചെയ്യാറില്ല. അങ്ങനെ ഇന്ന് ഞാൻ കഴിഞ്ഞ് തിരിച്ച് വന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒറ്റയ്ക്കാണ് വന്നത് ഓട്ടോയിൽ. അവിടെ നിന്ന് വന്ന് സംഭവം നിങ്ങൾ വിചാരിക്കും ഈ 10 അടിയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ എന്താ പറയുക, ഇവർ സമ്മതിക്കില്ല, എനിക്ക് ശീലമില്ല, അതാണ് പ്രശ്നം കേട്ടോ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം അയക്കാണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അപ്പോഴേക്ക് പട്ടികൾക്കുള്ള ഇറച്ചി ഞാൻ വേവിച്ച് വെച്ചു. അപ്പോൾ ഇത് ചൂടാറുന്ന നേരം കൊണ്ട് എനിക്ക് ചിലപ്പോൾ വന്നപ്പോൾ ഡിമ്പിളും ചോദിച്ചു എന്താ ഇത്ര ലേറ്റായെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയ്ക്കല്ലേ ഉള്ളൂ വഴി. എനിക്ക് തോന്നുന്നു 7:45 ആയി തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ വരുമ്പോൾ. പിന്നെ ഞാൻ പട്ടികൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് പോയത്. പിന്നെ വന്ന വഴിക്ക് ഇത് വെച്ച് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ചോറ് ഇന്ന് എന്താ പറയുക, ഇന്ന് ചോറില്ല അവർക്ക്. ഞാനത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബീഫ് അധികം വേവിച്ച് അവർക്ക് വേഗം കൊടുത്തു. അപ്പോൾ അതൊക്കെ ചിന്തു ഇന്നൊരു സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ പറയാമെന്ന്, ചിന്തുവിന് എന്തോ വയ്യായി ഉണ്ട്, അവളിങ്ങനെ മൂളുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്ന് വിളിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട് അവൾക്ക് കേട്ടോ. ഒരു സുഖമില്ല മൂപ്പരെ കാണാനായിട്ട്, ഭയങ്കര ക്ഷീണം, കിടന്നിടത്തുനിന്ന് എണീക്കാനൊക്കെ ഭയങ്കര ഒരു ക്ഷീണം കാണിക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുട്ടികളൊക്കെ വേഗം കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പം ഞാൻ വേഗം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഓർഡേഴ്സ് ഉണ്ട് ഇന്ന്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് കുറേ പേർക്കൊക്കെ അപ്പാപ്പ റിപ്ലൈ കൊടുത്തെങ്കിലും എനിക്ക് മുഴുവൻ അങ്ങോട്ട് പറ്റിയില്ല, കാരണം സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പാപ്പ റിപ്ലൈയും സ്മൈലിയും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എവിടേക്കും പോവാത്തത് കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പോയത് എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയില്ല. നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ കൃത്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ 9 മണിയാകുമ്പോഴേക്കും വീട് ശരിക്കും എന്താ പറയുക കാലിയായിട്ടോ. കുട്ടികളൊക്കെ കിടക്കാൻ പോയി, എല്ലാവരും കിടന്നു. പക്ഷേ എനിക്ക് ഇന്നാണ് ശരിക്കും പണി കിട്ടിയത്. കാരണം എന്നെ സംബന്ധിച്ച് കാലത്ത് മുഴുവൻ ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു, ഇവിടെ കാല് നീട്ടിയിരുന്ന് വർത്താനം പറയണതിനുള്ളൊക്കെ എനിക്ക് രാത്രി ചെന്നാൽ കിട്ടും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ ഓർഡേഴ്സല്ല ശരിക്കും അവർ മറ്റേ എൻക്വയറിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലല്ലേ അവർക്ക് വേണം, എന്താണ് എത്ര രൂപയാണ് എങ്ങനെയാണ് ഏതാണ് അല്ലെങ്കിൽ ഇതല്ല അത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ അവർക്ക് സംഭവം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ബൾക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നാളെ ഒരു കുട്ടി ഇതുപോലെ ചോദിച്ചു. അപ്പോൾ അത് വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കായിക്കോട്ടെ, കാരണം ആവശ്യമുള്ളവർ മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ ഇന്ന് കുടയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുടയുടെ കാര്യം പറഞ്ഞാൽ കോമഡി കേട്ടോ. എനിക്ക് തോന്നുന്നു പഠിക്കണ കാലത്ത് അപ്പച്ചൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു കുടയുണ്ടായിരുന്നു. പിന്നെ കല്യാണപ്പെട്ടിയിൽ നമുക്കൊരു കുട വയ്ക്കും, അങ്ങനെ ഒരു കുടയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ കുട എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ട്, ഷൂട്ടിന് പോകുമ്പോൾ ഡിമ്പിളിന് വലിയ കുടയുണ്ടല്ലോ, നമ്മുടെ ഫ്രില്ലൊക്കെ വെച്ച ഫാൻസി ടൈപ്പ് കുട, അങ്ങനത്തെ ഒരു കുട വണ്ടിയിലും കിടക്കും. അല്ലാണ്ട് ഇങ്ങനെ ഫോൾഡിങ് കുട അപ്പോൾ ഡിവൈൻ എപ്പോഴും പറയും ഈ വീട്ടിലെല്ലാതും ഉണ്ട്, ഒരു കുട ഒഴിച്ച് എന്ന് പറയും കേട്ടോ.
അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഡാഡിയെ കൊണ്ട് നിർബന്ധമായിട്ട് ഒരു കുട വാങ്ങിപ്പിച്ചതാണ്. കാരണം എപ്പോഴെങ്കിലും അത് ഉപകാരമായി. ഇന്ന് പോകുമ്പോൾ ഞാൻ ആ കുടയും കൊണ്ടാണ് പഠിക്കാൻ നിന്നത്. അല്ലെങ്കിൽ ഇന്നും അകത്ത് ഓട്ടോറിക്ഷ വന്നിട്ട് അതിൽ നിന്ന് കയറിപ്പോയേനെ. പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് റോട്ടിൽ ഇറങ്ങി നിന്ന് മഴയത്ത് കുടയൊക്കെ ചൂടി നിന്നിട്ടാണ് ഞാൻ ഓട്ടോ പിടിച്ച് പോയത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുട കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പാച്ചുവിനോട് പറഞ്ഞു, കുടയമ്മ വല്ലാണ്ട് കളിക്കേണ്ട, കുട ശരിക്കും ഉണങ്ങി, എന്നാലും നമ്മൾ കണ്ടിട്ടില്ലേ ഉണങ്ങിയിട്ടല്ലേ നമ്മൾ മടക്കി വെക്കുകയുള്ളൂ, കാരണം പിന്നെ ഇനി എന്നാ എടുക്കാമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒന്ന് കോരുത് കണ്ട. ഞാൻ 9 മണിക്ക് കഴിഞ്ഞ് കയറുന്നത്, മണി 11:15 അപ്പോൾ എനിക്ക് തോന്നി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ കുറേ നാളായി. അപ്പോൾ പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ABTയുടെ 3 in 1 ആണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല, നല്ല കയ്പ്പ്. അപ്പം ഞാൻ കുറച്ച് പാൽ എക്സ്ട്രാ ഒരു തുണ്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. സാധാരണ നമ്മുടെ ബെസ്വില് മറ്റേ സംഭവം കഴിക്കുമ്പോൾ നല്ലതാണ്, ഇത് എന്തോ ഒരു ഭയങ്കര കനപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സംഭവങ്ങൾ ഫോട്ടോസല്ല, ഇതൊക്കെ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഇങ്ങനത്തെയാണ് അധിക ഭാഗം പോവുക. പിന്നെ ട്രഡീഷണൽ ഉപയോഗിക്കുന്നവരുണ്ടാവും, പിന്നെ ഒരു കൊല്ലം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വേറെ പലതരം സാധനങ്ങളാണ് വാങ്ങിക്കുക. എന്നാലും അധിക ഭാഗം ഇപ്പോഴും ഈ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ്. കമ്മലുകൾ ഇതാണ് അധിക ഭാഗം പോവാട്ടോ. ഒന്നെങ്കിൽ സ്റ്റഡ്, അല്ലെങ്കിൽ ഇതുപോലെ ജിമിക്കി. പിന്നെ ജിമിക്കിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അവിടെ കല്ല് ഇവിടെ കല്ല്, അങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങളായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഞാത്തിണ്ടാവും, സ്റ്റഡ് പ്ലെയിനായിട്ട് ഇറങ്ങി വന്നിട്ട് പാലയ്ക്ക അല്ലെങ്കിൽ മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു സാരമില്ല, നമുക്കും വേണ്ടേ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാനായിട്ട്. കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണമല്ലോ. അങ്ങനെയുള്ള സമയമായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ ഒരു എന്താ പറയുക, ഒരു യാത്രയും സമയം എന്ന് പറയണത്. അങ്ങനെ ഞാൻ വേഗം ഞാൻ നോക്കിയപ്പോൾ സാധാരണ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഒതുക്കിയിട്ടിട്ട് പോകാറ്, അപ്പോൾ അത് വിട്ടുപോയേക്കണതാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് രണ്ടാമതൊന്ന് ഒതുക്കി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിമ്പിൾ വരുമ്പോൾ തേന്, വെള്ളം, എണ്ണ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടലുണ്ടിയിൽ നിന്ന്. ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ ഞാൻ എടുത്തത് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു, കാരണം നാളെ കുട്ടികൾക്കറിയില്ല, അവരിത് കാണുമ്പോൾ അതെടുത്ത് തുറന്ന് അതെന്താണെന്ന് നോക്കും. 3 ആളും കൂടി കൂടിയാൽ നല്ല മേളാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിരുന്നത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.